ഓക്കെ. ഗുഡ് ഈവനിങ് എവറി വൺ. എൻ്റെ പേര് സ്റ്റീന. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഹൗസ് വൈഫാണ്. MA സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിലെ 90th ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. വിമ്പിൾ അക്കാദമിക്ക് കീഴിൽ സംഘടിപ്പിച്ച് വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലെ എല്ലാവരും നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ആയവർക്കാണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട 2 പേരുണ്ട്, ഫൈസൽ സാർ ആൻഡ് ജസീന മാം. നമുക്ക് എത്രത്തോളം ഒരു കോഴ്സിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മളെ പ്രാപ്തരാക്കുന്ന 2 വ്യക്തികൾ തന്നെയാണ് ഇവർ 2 പേരും. ഏത് സമയവും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് ഒരു വ്യക്തിയെ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം മോട്ടിവേറ്റ് ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഫൈസൽ സാർ. മറ്റൊരു കോഴ്സുകളെ പോലെ എനിക്ക് തോന്നുന്നു ഇത്ര പീരീഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് എല്ലാവരും കോഴ്സ് നോക്കാറുള്ളത്. എന്നാൽ ഫൈസൽ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെയെല്ലാം നമ്മളെ മോൾഡ് ചെയ്ത് ഒരു ട്രെയിനർ എങ്ങനെയെല്ലാം ആകണമെന്ന് കാണിച്ചു തരുന്ന ഒരു കോഴ്സ് തന്നെയായിരുന്നു വിമ്പിൾ അക്കാദമിയുടെ കീഴിലുള്ള ഈ ട്രെയിനേഴ്സ് ടോക്ക് എന്നുള്ളത്. ഇതിലെ ഫൈസൽ സാർ നമുക്ക് ഏത് പാതിരാത്രി ആയാലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് നമുക്കതിന് വേണ്ടി എത്രത്തോളം വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇതുപോലെ തന്നെ മുൻപ് എൻ്റെ ഒരു ക്ലാസ്സിന് എനിക്ക് ഭയങ്കര ടെൻഷനായപ്പോൾ ഫൈസൽ സാർ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ആ സമയത്ത് എനിക്ക് തന്നൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എനിക്ക് വളരെ ടച്ചായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പേടിക്കേണ്ട, ഇതെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ തനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ അന്നത്തെ ക്ലാസ് എനിക്ക് ഒരുവിധം നന്നായി തന്നെ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഈ ഒരു കോഴ്സിന് ശേഷം ഞാൻ നന്നായി എനിക്കൊരു ബോൾഡ് ആവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 സ്ഥലങ്ങളിൽ ആങ്കറായി അവതരിപ്പിക്കാനും അതിനുള്ള ധൈര്യം കിട്ടിയതും ഈ ഒരു കോഴ്സിനോട് കൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഈ കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാൻ എന്നെ പ്രാപ്തയാക്കിയ വ്യക്തി തന്നെയാണ് ഫൈസൽ സാർ. അതോടുകൂടി തന്നെ ഞാൻ ജാസ്മിൻ മാം ആയാലും വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. ഇന്നത്തെ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഹസ്ന മാമിൻ്റെയാണ്. ഹസ്ന മാമിന് ഇൻട്രോ പറയുകയായിരുന്നു. ഹസ്ന മാമിൻ്റെ ഇന്ന് നമുക്ക് അറിയാം, നല്ലൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഹസ്ന മാം എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ഹോം ഇൻ്റർവെൻഷൻ. ലേണിംഗ് ഡിസബിലിറ്റിയുള്ള കാര്യങ്ങളും കുട്ടികൾക്കുണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റിയുടെ പ്രോബ്ലംസ്, അത് എങ്ങനെയെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ അതിനുള്ള ചെറിയ ടിപ്പുകളോട് കൂടി എങ്ങനെയെല്ലാം അതിൽ നിന്ന് ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹസ്ന മാം ഇന്ന് നമുക്ക് മുമ്പിൽ എടുക്കുന്നത്. വളരെ ഹൃദ്യമായ സ്വാഗതം ഞാൻ ഹസ്ന മാമിനെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് എല്ലാവർക്കും ഹസ്ന മാമിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ഹസ്ന മാം. താങ്ക് യു സോ മച്ച് സ്റ്റീന മാം, ഇത്രയും നല്ലൊരു ഇൻട്രോ എനിക്ക് തന്നതിന്. ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്താണ് എല്ലാവരുടെയും വിശേഷം? സ്റ്റീന മാം പരിചയപ്പെടുത്തിയ പോലെ തന്നെ എൻ്റെ പേര് ഹസ്ന. ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വിമ്പിൾ അക്കാദമിയുടെ ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിലെ 19th ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, അതായത് പല ഫാമിലികളിലും കുട്ടികളിനെയും പാരൻസിനെയും വലക്കുന്ന ഒരു പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും അത് പാരൻസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് മാത്രം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസിനൊക്കെ ഞാൻ പരിചയപ്പെടുത്താം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നമ്മളെ വീടുകളിൽ തന്നെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, നമ്മൾക്ക് സംസാരം കേട്ടാൽ ആ കുട്ടി ഇന്റലിജന്റ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നും. ഭയങ്കര ക്യൂരിയസ് ആവും എല്ലാ കാര്യങ്ങളും കേൾക്കാനും അറിയാനും ഒക്കെ. പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പോൾ ഹോംവർക്കിന്റെ ടൈം വരുന്ന അല്ലെങ്കിൽ ക്ലാസ് ടൈമിൽ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ട്.
അപ്പൊ ഈ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അറിയാതെ തന്നെ അവരെ ലേബൽ ചെയ്ത് തുടങ്ങും. എന്ത്, നിനക്കെന്താ ബുദ്ധിയില്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ, നീ എന്താ മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടിയാണോ, അങ്ങനെ അത്തരത്തിലുള്ള ലേബൽസ് ഒക്കെ കൊടുത്ത് ആ കുട്ടികളെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോ പാരന്റ്സും ചിലപ്പോ ആ കുട്ടികൾക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ടാവാം അവർക്ക് അതിനൊന്നും സാധിക്കാണ്ടിരിക്കുന്നത്. അപ്പോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറിച്ച് അതല്ലെങ്കിൽ ഒരു ഇന്റലിജൻസിന്റെ കുറവല്ല, മറിച്ച് അത് അവരുടെ ഒരു അവസ്ഥയാണ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആണ് വേണ്ടത്. കാരണം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള പല ഫേമസ് ആയിട്ടുള്ള വ്യക്തികളെയും നമുക്കറിയാം അല്ലെ. ഞാനൊരു PPT ഷെയർ ചെയ്യാം. സോറി. ഹലോ. Yes, ma'am, continue. ഞാൻ ആ PPT ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കിയ, പക്ഷെ അത് പറ്റുന്നില്ല. അപ്പൊ എത്ര നേരം അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. Just ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഓക്കെ. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടോ? Yes, yes, കാണുന്നുണ്ട്. ഓക്കെ. നമ്മൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 3 വ്യക്തികളെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആൽബർട്ട് ഐൻസ്റ്റീൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, വേൾഡ് ഫേമസ് ഫിസിസ്റ്റ് ആണ്. നമ്മൾ മറക്കില്ല, നമ്മൾ ഫിസിക്സിൽ പഠിച്ച E=mc² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അദ്ദേഹത്തിന് ലാംഗ്വേജ് പ്രോസസ് ചെയ്യാനും അതുപോലെ തന്നെ സ്ലോ റീഡർ ആയിരുന്നു എന്നുള്ളതാണ് ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ ഡാവിഞ്ചി, അദ്ദേഹത്തിന്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം, നമ്മളുടെ മൊണാലിസ, അത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് റൈറ്റിങ്ങിന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡ് ഫേമസ് റൈറ്റർ ആയിട്ടുള്ള അഗത ക്രിസ്റ്റി, അവർക്കും ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒന്നിന്റെയും ഒരു അവസാനമല്ല. പക്ഷെ നമ്മൾ അതിനെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നല്ല രീതിയിലുള്ള ഇന്റർവെൻഷൻസ്, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിനെ കോപ്പപ്പ് ചെയ്ത് പോവാൻ പറ്റിയിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ടീച്ചർ എന്നൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളുടെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ടോപ്പിക്സ്, എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നും ഏതൊക്കെ ടൈപ്സ് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ആ കുട്ടികൾ വീട്ടിലും സ്കൂളിലും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അതിൻ്റെ സയൻസ്, അതൊക്കെയും പിന്നെ ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ഹോം ബേസ്ഡ് സ്ട്രാറ്റജീസ്, നമ്മൾ പാരന്റ്സ്, ടീച്ചേഴ്സ്, അതേപോലെ തന്നെ സൊസൈറ്റിയുടെ റോള്, ഇവരെ മോൾഡ് ചെയ്ത് എടുക്കുന്നതിൽ നമ്മൾക്കുള്ള റോളുകൾ, അതുപോലെ കുറച്ച് കേസ് സ്റ്റഡീസും ഞാൻ ഈ ക്ലാസ്സിൽ പങ്കുവെക്കാം. അപ്പോൾ ആദ്യത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി. നമ്മൾ ഇതിന്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇന്റർവെൻഷനിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ നിത്യജീവിതത്തിനെ എങ്ങനെയാണ്, ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നിത്യജീവിതത്തിനെ എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലേണിംഗ് ഡിസബിലിറ്റി, അതിനെ നമ്മൾ LD എന്നും പറയും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് ബ്രെയിനിനെ എഫക്ട് ചെയ്യുന്ന, അതിന്റെ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. നമ്മളെ ബ്രെയിൻ ആണ് അല്ലേ, നമുക്ക് എന്തൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിനെ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് എന്തെങ്കിലും മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കുന്നത്, അതൊക്കെ ബ്രെയിനിന്റെ ജോലിയാണ്.
അപ്പോൾ ഇവരുടെ ഈ LD ഉള്ള കുട്ടികളുടെ ബ്രെയിന് ഡിഫറെൻ്റ് ആയിട്ടാണ് വയർഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണ് എന്നുള്ളതല്ല അർത്ഥം. ആ കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ വേണം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. അപ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദി മാത്രം അറിയുന്ന ഒരാളോട് പോയിട്ട് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആക്ഷൻ കൂടി കാണിക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവൂലേ? അപ്പോൾ ഇവിടെ ഈ ആക്ഷൻ കാണിക്കലാണ് നമ്മളുടെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും അറിയാത്തൊരു കുട്ടിയോട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ ബ്രെയിന് വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആണ്, പക്ഷെ ഡാമേജ്ഡ് അല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ചിലപ്പോൾ ഈ സെയിം ഏജിലുള്ള കുട്ടികളാവാം, പക്ഷെ അവർക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അത്ര സിമ്പിൾ ആയിട്ട് റീഡിങ്ങോ റൈറ്റിങ്ങോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസോ അറ്റൻഷനോ ഒന്നും ചെയ്യാൻ പറ്റിയെന്നോ അങ്ങനെ വരില്ല. അതാണ് ഈ LD-ക്കാർക്കുള്ള പ്രത്യേകത. LD ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത് ഒരിക്കലും അവരുടെ മടി കാരണമോ അല്ലെങ്കിൽ ഇന്റലിജൻസ് കുറവ് കാരണമോ അല്ലെങ്കിൽ നമ്മൾ ആസ് എ പാരന്റ് ശബ്ദം കുറച്ച് കൂട്ടി പറയാമോ? അയ്യോ, കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, കുറവാണ്. ആണോ? ഓക്കെ മാം. നമ്മളുടെ ബാഡ് പാരന്റിങ് കാരണമോ അല്ല, അത് ശരിക്കും നമ്മളുടെ ബ്രെയിൻ ബേസ്ഡ് പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത് ലേണിംഗ് ഡിസബിലിറ്റിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഈ കുട്ടികള് ആവറേജോ എബവ് ആവറേജ് ഇന്റലിജൻസോ ഉള്ളവരായിരുന്നു. നമ്മളിപ്പോ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരെ IQ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ IQ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ഇവർക്ക് IQ കാണാം. ചില കുട്ടികളിൽ എബവ് ആവറേജ് IQയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സയൻസിന്റെ കുറെ എക്സ്പെരിമെന്റ്സ് നല്ല രീതിയിൽ മാം ഒരു സെക്കൻഡ് ഇട്ടാ. ഓക്കെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൽ ഇവർക്ക് ചിലപ്പോൾ ഒരു സിമ്പിൾ പാസേജോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ അതിനർത്ഥം അവർക്ക് IQ ഇല്ല എന്നുള്ളതല്ല. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് പെർഫോമൻസ്. ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് സൈൻ. നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവന് സ്മാർട്ടാണ്, അവൻ അല്ലെങ്കിൽ അവൾ സ്മാർട്ടാണ്, പക്ഷെ അവള് മാർക്ക് കിട്ടുമ്പോൾ അതൊന്നും അതിൽ കാണാറില്ല, ആ പേപ്പറിൽ അതൊന്നും കാണാറില്ല എന്നുള്ളത്. ആ കുട്ടിക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, പക്ഷെ അവരുടെ പെർഫോമൻസ് ലോ ആണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷെ അതെങ്ങനെ പുറത്തേക്ക് എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവരുടെ പെർഫോമൻസിൽ അത് കാണാൻ പറ്റില്ല. ഇതാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു ക്യാരക്ടർ, ഇമ്പോർട്ടൻറ്റ് സൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു കുട്ടിക്ക് ഒരു തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി മാത്രമാവാം. ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം. അതായത് ഏരിയാസ്, റീഡിങ്ങിൽ, റൈറ്റിങ്ങിൽ. ചില കുട്ടികൾക്ക് റീഡിങ്ങിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ, ആ കുട്ടിക്ക് എഴുതാനോ അല്ലെങ്കിൽ സ്പെൽ ചെയ്യാനോ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അവരുടെ റീഡിങ് പ്രശ്നം ഉണ്ടാവും. അങ്ങനെ അതുകൂടാതെ തന്നെ ഒന്നിൽ കൂടുതൽ ഏരിയാസിലും പ്രശ്നങ്ങൾ വരാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് ബട്ട് മാനേജബിൾ. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്, പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ കൊടുത്താൽ നമ്മൾക്ക് ആ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ സക്സീഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾക്ക് എന്താണോ കുറവുകൾ ഉള്ളത് അതിൽ വിഷമിച്ചിട്ടിരിക്കില്ല, എന്താണോ നമ്മൾക്ക് കഴിവുകൾ ഉള്ളത് അതിൽ നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മുമ്പ് പറഞ്ഞ നമ്മളുടെ ഫേമസ് പേഴ്സണാലിറ്റീസിനെ പറഞ്ഞപ്പോൾ അവിടെ ഡിസ്ലെക്സിയ ഉള്ള ആള് ഫേമസ് ആയിട്ടുള്ള, അതായത് റീഡിങ്ങിന് പ്രശ്നമുള്ള ഒരാള് നന്നായിട്ട് ഒരു വേൾഡ് ഫേമസ് റൈറ്റർ ആണ്.
അപ്പോൾ ഏത് ഏരിയയിലാണോ നമ്മൾക്ക് കഴിവുള്ളത് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റീസിന്റെ കോസസ്. ജെനറ്റിക് ആയിട്ട് വരാം. ഇതൊക്കെ സ്റ്റഡീസിൽ പറയുന്നതാണ്, പക്ഷെ എന്താണ് കാരണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ജെനറ്റിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവാം. അതായത് ഫാമിലിയിൽ പാരൻസിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രെയിൻ ഡിഫറൻസസ്, അതായത് ന്യൂറോ ഇമേജിംഗിൽ ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ടിപ്പിക്കൽ റീഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യണ ഏരിയാസിൽ ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് പ്രഗ്നൻസി അല്ലെങ്കിൽ ബർത്ത് ഫാക്ടേഴ്സ്. നമ്മൾ പ്രീമച്വർ ബർത്ത് അല്ലെങ്കിൽ നമ്മളുടെ ബർത്തിന്റെ ടൈമിൽ ലോ ബർത്ത് വെയിറ്റ് ഒക്കെ ഉണ്ടാവുക. അതേപോലെ ഓക്സിജൻ ഇഷ്യൂസ്, നമ്മളെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറയുമ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഇനി ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന്, അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിക്ക് സെയിം അല്ല. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് നോർമൽ ആയിട്ടുള്ള IQ യൂഷ്വൽ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ നമ്മളുടെ പുവർ ടീച്ചിങ് മെത്തേഡോ അല്ലെങ്കിൽ നമ്മളൊരു ബാഡ് ടീച്ചറോ അല്ലെങ്കിൽ നമ്മൾ ബാഡ് ടീച്ചിങ് കാരണമോ അല്ല ഇത് ഉണ്ടാവുന്നത്. പിന്നെ അവർക്ക് മോട്ടിവേഷൻ കുറവുള്ളത് കൊണ്ടും അല്ല. ഇവിടെ നമുക്ക് പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലേണിംഗ് ഡിഫിക്കൽട്ടിയും ഉണ്ട്, അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റിയും ഉണ്ട്. ചില സമയങ്ങളിൽ ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോവാറുണ്ട്. കാരണം ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതായത് 10 മുതൽ 20% വരെ സ്റ്റഡീസ് അനുസരിച്ച് 10 മുതൽ 20% വരെ കുട്ടികൾക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിന്റെ കാരണം നമ്മളുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലായിട്ടുള്ള, ഇപ്പോൾ ചെവി കേൾക്കുന്നില്ല, കാഴ്ച കുറവുണ്ട്, അതേപോലെ കുട്ടികൾ ബുള്ളിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കുറയൂലേ. പക്ഷെ ആ കുട്ടികളിൽ ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഓക്കെ ആയിരിക്കും. ഇപ്പോ സ്കൂളിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം, ലേണിംഗ് ഡിസബിലിറ്റിക്കാർ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ പ്രശ്നമായിരിക്കും. അവർ ഏത് ഏരിയയിലാണോ ഇപ്പോൾ റീഡിംഗ് ആണ് അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ മാത്രമാണ് അവർക്ക് കുഴപ്പമുണ്ടാവുക. പക്ഷെ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ കിടക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളെ കൂടിയിട്ട് അത് ബാധിക്കും. അപ്പോൾ ഈ ലേണിംഗ് ഡിഫിക്കൽട്ടിയും ലേണിംഗ് ഡിസബിലിറ്റിയും തമ്മിൽ മാറിപ്പോവാൻ നോക്കുക. അതായത് ലേണിംഗ് ഡിസബിലിറ്റി 2 മുതൽ 10% കുട്ടികളിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയും 10 മുതൽ 20% കുട്ടികളിൽ നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടിയുമാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ 2 കുട്ടികളെ ഓട്ടമത്സരത്തിന് നിർത്തിക്കുകയാണ്. ഒരാള് എന്താ പറയാ, രണ്ടാൾക്കും ഷൂ കൊടുത്തിട്ടുണ്ട്. ഒരാൾ നോർമൽ ഷൂവും മറ്റാളെ ഷൂവിന്റെ ഉള്ളിൽ ഒരു കല്ലും കുടുങ്ങി. അപ്പോൾ രണ്ടാൾക്കും ഓടാൻ അറിയാം, പക്ഷേ ആ കല്ല് ഉള്ളിൽ ഉള്ള ആൾക്ക് ഓട്ടത്തിന് കുറച്ച് സ്പീഡ് കുറയൂലേ. അപ്പോൾ അതേപോലെയാണ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യം. അവർക്ക് പഠിക്കാൻ അറിയാം, പക്ഷെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ എന്നുള്ളത് മാത്രം. ഇനി അടുത്തത് നമ്മളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പല കുട്ടികൾക്കും സ്റ്റോറീസ് നന്നായിട്ട് പറയാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ട് ആ കഥ പറയാൻ അറിയാം. പക്ഷെ ആ സെയിം സ്റ്റോറി തന്നെ നമ്മളൊരു ബുക്ക് കൊടുത്തിട്ട് അവരോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് വായിക്കാൻ പറ്റില്ല. അതേപോലെ മാത്സിൽ നന്നായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓറലി നന്നായിട്ട് പറയുന്ന കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം, മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റായിക. അതേപോലെ തന്നെ മൾട്ടി സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഒരു കുട്ടിയോട് പറയാണ്, ഈ ADHD ഒക്കെ ഉള്ള ഒരു കുട്ടിയോട് നമ്മൾ പറയാണ്, നീ ആ റൂമിൽ പോയിട്ട് ആ ബുക്ക് എടുത്തിട്ട് ഫസ്റ്റത്തെ ചാപ്റ്ററിലത്തെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നീ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അവര് മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടി വെറും നോട്ട്ബുക്ക് മാത്രമായിട്ടാവും നമ്മളെ അടുത്തേക്ക് വരിക. ബാക്കിയുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്തത്
ടൈപ്സ് ഓഫ് LDs, ലേണിംഗ് ഡിസബിലിറ്റീസിന്റെ ടൈപ്സ് ആണ് അടുത്തത് പറയുന്നത്. മെയിൻ ആയിട്ട് 4 തരത്തിലുണ്ട് എന്നുള്ളതാ പറയുന്നത്. ആദ്യത്തെ ഇത് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഡിസോർഡർ, അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ആ കുട്ടികൾക്ക് ചിലപ്പോൾ ആ ലെറ്റേഴ്സ് ജംബിൾഡ് ആയിട്ടാവും തോന്നുക, അല്ലെങ്കിൽ ഒരു ലെറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് എന്താണ് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല. ഇത് കൂടുതലും നമ്മളുടെ വായനയാണ് ബാധിക്കുന്നത്. അതേപോലെ കോംപ്രിഹെൻഷൻ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. ബി പി എന്നുള്ള ലെറ്റേഴ്സ്, BD ആ ലെറ്റേഴ്സ് മാറിപ്പോവുക, PNQ അങ്ങനത്തെ ലെറ്റേഴ്സ് ഒക്കെ കൺഫ്യൂസ് വരിക. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യുക, റീഡ് ചെയ്യണതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്യുക. ഈ ഉറക്കെ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാണത്. പിന്നെ കോമൺ, അതായത് സൈറ്റ് വേർഡ്സ് പോലും ചില സമയത്ത് അവർക്ക് അറിയായിക വരും. പിന്നെ അവർ ഗസ് റീഡിങ് നന്നായിട്ട് നടത്തും. അതായത് ഫസ്റ്റത്തെ ഒരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതന്നെ എന്നുള്ള രീതിയിൽ അവരത് വായിക്കും. ഇതൊക്കെയാണ് ഡിസ്ലെക്സിയയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടി കാറ്റ് എന്നുള്ള ഒരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി കാറ്റ് എന്ന് കണ്ടാൽ സിയുടെ സൗണ്ട് ഖ് ആണ് എന്നുള്ളത് അവരുടെ ബ്രെയിന് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ് ചെയ്യും. പക്ഷേ മറിച്ച് ഈ ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് അത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഈ സൗണ്ടും അതേപോലെ തന്നെ ഈ ലെറ്ററും തമ്മിലുള്ള കണക്ഷൻ അവർക്ക് വരില്ല ഓട്ടോമാറ്റിക് ആയിട്ട്. അതാണ് ഈ ഡിസ്ലെക്സിയയിലുള്ള പ്രശ്നം. നമുക്കിപ്പോ താരേ ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിക്കുന്നു. അതിലുണ്ട് അല്ലെ, ആ കുട്ടിനെ എല്ലാവരും നോട്ടിയാണ്, ഈവൻ പാരന്റ്സ് പോലും, ടീച്ചേഴ്സും പാരന്റ്സും എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ആ കുട്ടീനെ നല്ല രീതിയിൽ ആളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ടീച്ചർ വന്നപ്പോൾ ആ കുട്ടി വളരെ നല്ല കുട്ടിയായിട്ട് ബാക്കി എല്ലാവർക്കും ഫീൽ ചെയ്ത് തുടങ്ങി അല്ലേ. അപ്പോ അതാണ് ഒരു ഡിസ്ലെക്സിയയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഐ കാൻ ഡു ദാറ്റ് ബട്ട് ഐ ക്യാൻ ഡു ദിസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്ററി. അതിൽ ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ടൈപ്പാണ് ഡിസ്ഗ്രാഫിയ. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഇതുവരെ ഡിസ്ലെക്സിയ നമ്മൾ പറഞ്ഞത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ഹാൻഡ് റൈറ്റിംഗ്, നമ്മൾ എഴുതുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള തോട്ട് പേപ്പറിലേക്ക് പകർത്തി എഴുതാനുള്ള ബുദ്ധിമുട്ട്. എന്താണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളത് പകർത്തി എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഇവിടെ വരുന്ന കുറച്ച് സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുവർ ഹാൻഡ് റൈറ്റിംഗ്, നമ്മളുടെ സ്പെല്ലിംഗ് ഒന്നും കറക്റ്റ്, ലെറ്റർ ഫോർമേഷൻ കറക്റ്റ് അല്ലാതെ ആയിരിക്കുക, ലെറ്റേഴ്സ് മിസ്സാവുക, മിറർ ഇമേജസ് വരിക. അതുപോലെ തന്നെ എന്തെങ്കിലും ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടുക. അവർക്ക് എപ്പോഴും ഓറലി പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ അടിയിൽ തന്നെ എഴുതിയിട്ട് എലിഫന്റ് എന്നുള്ളത് അവര് എഴുതി വരുമ്പോൾ കുറെ ലെറ്റേഴ്സ് ചിലപ്പോൾ സ്കിപ്പ് ആവാം. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ മിക്സ് ആയിട്ട് വരാം. ഇതാണ് ഡിസ്ഗ്രാഫിയ. ഇനി അടുത്തൊരു ടൈപ്പാണ് ഡിസ്കാൽക്കുലിയ. ഈ പേര് പോലെ തന്നെ ഡിസ്കാൽക്കുലിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാത്ത് ഡിസോർഡർ ആണ്. ഇവിടെ കുട്ടികൾക്ക് പ്രശ്നം വരുന്നത് നമ്പേഴ്സിലും അതേപോലെ തന്നെ അരിതമെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മാത്ത് കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, ടൈം, മണി, അങ്ങനത്തെ കാര്യങ്ങളിൽ, മെഷർമെന്റ്, ഇതിലൊക്കെ അവർക്ക് സ്ട്രഗിൾസ് വരാം. അതേപോലെ ഇവിടെ നമ്പേഴ്സ് ജംബിൾഡ് ആയിട്ട് ഇവർക്ക് തോന്നാം. സിമ്പിൾ ആയിട്ടുള്ള അരിതമെറ്റിക് കാൽക്കുലേഷൻസ്, ഇപ്പോൾ 10+7 അല്ലെങ്കിൽ 10-7 എന്ന് പറയുന്നത് അവർക്ക് വിരലിൽ എണ്ണാതെ പറയാൻ പറ്റില്ല. അത് വലിയ കുട്ടികളാണെങ്കിലും ഈ ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടി, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവർ അത്ര ചെറിയ കാൽക്കുലേഷന് പോലും ബുദ്ധിമുട്ടും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് ADHD. ഫോർത്ത് ടൈപ്പാണ് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ ഇവിടെ വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് വരും, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി വരും, ഇമ്പൾസിവിറ്റി വരും. ഇപ്പൊ പലവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും.
ആ കുട്ടികളെ ADHD ആണ് എന്നുള്ളത് പല ടീച്ചേഴ്സും അല്ലെങ്കിൽ പാരൻസും ലേബൽ ചെയ്യാറുണ്ട്. കാരണം അവരൊരു ഭാഗത്തിരിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട്. പക്ഷെ ഈ സെയിം കുട്ടികൾ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാവുമ്പോൾ അടങ്ങി ഇരിക്കുകയും ചെയ്യും. അത് ഹൈപ്പർ ആക്ടിവിറ്റി ആണ്, അതൊരിക്കലും ADHD അല്ല. കാരണം ADHDക്ക് എല്ലതും ഈ അറ്റൻഷൻ ഡെഫിസിറ്റും വേണം, അതേപോലെ തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റും വേണം, ഹൈപ്പർ ആക്ടിവിറ്റിയും വേണം, അതേപോലെ തന്നെ ഇമ്പൾസിവിറ്റി. ഇങ്ങനെ കേൾക്കുന്നില്ലല്ലോ. കുട്ടികൾക്ക് റെസ്റ്റ്ലെസ് ആയിരിക്കും, അതേപോലെ തന്നെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഇൻസ്ട്രക്ടർസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പലതും മറന്നുപോകും. നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, മൾട്ടിപ്പിൾ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറന്നുപോകും. ആദ്യം നമ്മൾ എന്താണോ പറഞ്ഞത് അത് മാത്രമാവും ചിലപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവുക. പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് അവർ ഇന്ററപ്റ്റ് ചെയ്യും നന്നായിട്ട്. അതേപോലെ അവരുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ നോട്ട്ബുക്ക് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക് ഒക്കെ എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി ഈ ADHD ഉള്ള കുട്ടികൾ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങൾ കാണിക്കണം. അതായത് മൾട്ടിപ്പിൾ സെറ്റിങ്സിൽ ഇതേ അവസ്ഥ കാണിച്ചാൽ, അതായത് 6 മാസത്തിൽ കൂടുതൽ കാണിച്ചാലാണ് നമ്മൾ ആ കുട്ടിക്ക് ADHD ഉണ്ട് എന്നുള്ളത് പറയാം. ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്താണ് ഏർലി സൈൻസ്. നമ്മൾ വീട്ടിൽ അവർ കാണിക്കുന്ന ഏർലി സൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അവര് ഇപ്പോ എല്ലാരും കൂടിയിട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ രാത്രി കുട്ടികളെല്ലാരും ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ വായിച്ചിട്ടാവും കിടക്കുന്നുണ്ടാവുക അല്ലെ. അപ്പോ ഇത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അവര് റീഡിങ് സ്റ്റോറി ബുക്സ്, ഡിസ്ലെക്സിയ ഒക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ആ റീഡിങ്ങിനെ വളരെയധികം അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. ബാക്കി എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ഈ കുട്ടിക്ക് ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് തോന്നുക. ഇനി റൈറ്റിംഗ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ അവർ എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡ് റൈറ്റിംഗ് മെസ്സി ആവും. അതൊരു പക്ഷെ അവരുടെ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാവാം, ഷോൾഡർ മസിൽസ് ആവാം, ചിലപ്പോൾ അവർക്ക് പെൻസിലിന്റെ ഗ്രിപ്പ് ശരിക്കും പോലെ കിട്ടാണ്ടാവാം, അങ്ങനെ പലതരത്തിലുണ്ടാവാം. അപ്പോൾ ഓരോ പ്രശ്നങ്ങളും എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വേണം അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവെൻഷൻസ് നമ്മൾ കൊടുക്കാൻ. ഇനി അവരുടെ ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിക്റ്റേഷൻ വളരെ പുവർ ആയിരിക്കാം. അവർ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ അതിന്റെ ലെറ്റർ ഫോർമേഷൻ, ഓരോ ലെറ്ററും എഴുതുന്നതിന്റെ ഒരു ഫോർമേഷൻ ഉണ്ട്, അത് ഒക്കെ റോങ് ആയിരിക്കാം. അപ്പോൾ ഈ കുട്ടികൾ തന്നെ പറയും, അല്ല ചിലപ്പോൾ പാരന്റ്സ് തന്നെ ഈ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യും. നിന്റെ താത്താടെ ബുക്കൊന്ന് നോക്കിയാ എത്ര നീറ്റ് ആയിട്ടാ കുട്ടി എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞിട്ട് നീ അവന്റെ ബുക്കൊന്ന് നോക്കിയാൽ എത്ര നീറ്റ് ആയിട്ടാ എഴുതിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തല് ഈ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരാം അറിയാതെ. ഇനി അടുത്തത് ഫിംഗർ കൗണ്ടിങ് ഫോർ സംസ്. ഈ മാത്ത് സ്ട്രഗിൾസ് കാണിക്കുന്ന കുട്ടികളിൽ, അതായത് അവർക്ക് ചെറിയ സംസ് അല്ലെങ്കിൽ ചെറിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിന് പോലും കൈ യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. വലിയ ക്ലാസ്സിലും ഇപ്പോഴും കൈ വെച്ചിട്ട് കണക്ക് കൂട്ടുന്ന കുട്ടികളുണ്ട്. അതൊക്കെ ഈ മാത്ത് സ്ട്രഗിൾസ് അനുഭവിക്കുന്ന, ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടികൾ കാണിക്കുന്ന സയൻസ് ആണ്. ഇനി അടുത്തത് ഫോർഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻ. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മറന്നു പോവാം. കൂടുതൽ ഇൻസ്ട്രക്ഷൻ, അതായത് അവരുടെ അറ്റൻഷൻ സ്പാന് കുറവാണ്, അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ കുറവാണ്. നമ്മൾ പറയുന്നത് ഫുൾ അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരുടെ ബ്രെയിന് എപ്പോഴും ഇങ്ങനെ റോം ചെയ്തുകൊണ്ടേയിരിക്കുമോ. കാരണം ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ഈ ADHD ഉള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ബുക്കും പെൻസിലും എടുത്തു കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ബുക്ക് മാത്രമാവും എടുത്തു കൊണ്ടുവരിക. പിന്നെ ഇനി സ്കൂളിൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ വീടുകളിൽ കാണിക്കുന്ന ഏർലി സയൻസ് ആണ്. ഇനി സ്കൂളുകളിലാണ് എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം പാരന്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ടീച്ചേഴ്സാണ്. ഫസ്റ്റ് ഉണ്ടാവുക അവരുടെ അക്കാഡമിക് പെർഫോമൻസ് പുവറാവും. നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്ക് അതിനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നും, പക്ഷെ അവരുടെ പെർഫോമൻസിൽ അത് കാണില്ല.
അപ്പോൾ സ്കോറ് അവർക്ക് ചിലപ്പോൾ റീഡ് ചെയ്യുന്നതിലോ റൈറ്റ് ചെയ്യുന്നതിലോ മാത്സിലോ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോൾ അതിലൊക്കെ സ്കോറ് കുറഞ്ഞു വരിക. ഒരിക്കലും മാർക്സ് കുട്ടിയുടെ ഇന്റലിജൻസിനല്ല കാണിക്കുന്നത്. എന്നിരുന്നാലും നമ്മളിപ്പോൾ എക്സാം ഒക്കെ വെച്ചിട്ടാണല്ലോ ഓരോ കുട്ടികളെയും വിലയിരുത്തുന്നത്. ഇനി അടുത്തത് അവോയ്ഡൻസ് ബിഹേവിയർ, അവോയ്ഡ്സ് റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്ക്. ഇപ്പോൾ നമുക്ക് എഴുതാൻ ഇങ്ങനെ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർ റീഡ് ചെയ്യുന്ന ടാസ്ക് മാക്സിമം ഒഴിവാക്കും. അതായത് അവിടെ അവോയ്ഡൻസ് ബിഹേവിയർ വരും. അല്ലെങ്കിൽ അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാനുള്ള ബിഹേവിയർ, ഇപ്പോൾ അവർക്കത് ചെയ്യണ്ട, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവര് അവിടുന്ന് നടക്കണ പോലെ, അതായത് ഈ റൈറ്റിംഗ് ടാസ്ക് എനിക്ക് ചെയ്യണ്ട എന്നുള്ളത് അവർ തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പെൻസിലേറ്റ് ഷാർപ്പൻ ചെയ്തിട്ട് കളിക്കും. അവർക്ക് ആ സമയം പോവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അവോയ്ഡൻസ് ബിഹേവിയർ കാട്ടിത്തുടങ്ങും. ഇനി അടുത്തത് സ്ലോ വർക്ക് പേസ്. ബാക്കിയുള്ള കുട്ടികൾ, ഫ്രണ്ട്സും അതല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ആ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇവരത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവരുടെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് കഴിയുക. ഇനി അടുത്തത് പിയർ ടീസിങ് ഓർ എംപാരസ്മെന്റ്. പിയർ കമ്പാരിസൺ വരും. ഇവര് മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ കളിയാക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊരു എംപാരസ്മെന്റ്, അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു അപഹർഷതാബോധം വരും. എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു തോന്നല് വരും. അപ്പോ ഇനി നെക്സ്റ്റ് വൺ, വീട്ടിൽ അവര് അഭിമുഖീകരിക്കുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ എഴുതാണ്ടും പഠിക്കാണ്ടും ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാരന്റ് ചൈൽഡ് കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടാവൂലേ. അപ്പോൾ ഈ കുട്ടികളെ പാരന്റ്സ് ചീത്ത പറയും തോറും ഈ കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അപ്പോ ഈ പാരന്റ്സ് ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിക്കും, എന്താണ് അവര് ലേസിയാണ്, അവന് മടിയനാണ്, അല്ലെങ്കിൽ ഞാൻ പറയണതൊന്നും കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആ മാത്സ് ചെയ്യുന്നതിൽ അവന്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് അവന് തെറ്റുന്നത് എന്നുള്ളത് പറയും. ഇതിലൂടെ കൂടെ തന്നെ ഇവർക്ക് കോൺഫിഡൻസ് കുറയും. അതേപോലെ ഈ ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യം ഒരു 4-5 പ്രാവശ്യം പറയും, പിന്നെ അടുത്തത് സൗണ്ട് ഒന്ന് കൂട്ടും, പിന്നെ മെല്ലെ ഒരു അടി കൊടുക്കും, പിന്നെ അവിടെ കരച്ചിലായി ബഹളായി ആകെ പ്രശ്നമായി അല്ലെ. അങ്ങനെയാണ് കൂടുതലും നടക്കാറ്. അപ്പോ ഇവിടെ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് അവര് സ്കൂളിൽ നേരിടുന്ന ചലഞ്ചസ്. അവിടെ മുമ്പ് പാരന്റ്സിൻ്റെത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടീച്ചേഴ്സ് ചിലപ്പോൾ ഇവരെ മിസ്ലേബിൾ ചെയ്യാം, സ്ലോ ലേണർ ആണ് എന്നുള്ളത്. അതായത് പഠിക്കാൻ പുറകിലാണ്, നോട്ടിയാണ്, അവന് ഭയങ്കര കുസൃതിയാണ് എന്നുള്ളതൊക്കെ പറയാം. അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഇവരെ കളിയാക്കാം. ഇവരെന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് ബുള്ളി ചെയ്തിട്ട് ഇവര് ഒരു സോഷ്യൽ ഐസൊലേറ്റഡ് ആവാം. അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് വരാം. പിന്നെ എക്സാമിന്റെ ടൈമിൽ ഇവർക്ക് കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടാം. ഇപ്പൊ റീഡിങ്ങിലായാലും റൈറ്റിംഗ് എക്സാം കൂടുതലും റിട്ടേൺ ആണ് ഉണ്ടാവുക. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഈ ഡിസ്ഗ്രാഫിയ ഒക്കെ ഉള്ള കുട്ടികളിൽ കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടാം. ഇനി അടുത്തത് ലാക്ക് ഓഫ് അറ്റൻഷൻ ഇൻ ലാർജ് ക്ലാസ് റൂം. ഒരു വലിയൊരു ക്ലാസ് റൂമിൽ ചില സമയത്ത് നമുക്ക് ഈ LD ഉള്ള കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വരില്ല. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കാൻ ആസ് എ ടീച്ചർ നമുക്ക് പറ്റാതെ വരും. ഇതൊക്കെയാണ് LD ഉള്ള കുട്ടികൾ സ്കൂളിൽ നേരിടുന്ന ചലഞ്ചസ്. ഇനി ഇവർക്ക് വരുന്ന ഇമോഷണൽ ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അവർക്ക് ഉള്ളിൽ തന്നെ ഒരു തോന്നൽ വന്നു തുടങ്ങും. ഞാൻ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ അത്ര പോരാ എന്നുള്ളത്. അതായത് കുട്ടികളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോഴും ഞാൻ അത്ര പോരാ എന്നുള്ള ഒരു തോന്നല് അവർക്ക് പോകെ വരും. ഇത് അവരെ പിന്നീട് ആങ്സൈറ്റിയിലേക്കും അതേപോലെ തന്നെ സ്കൂളിൽ പോവാൻ പേടി അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ ഇഷ്ടമില്ലായ്ക ഒക്കെ വരുത്തും. അത് സ്റ്റഡീസിനുള്ള ഇൻട്രസ്റ്റും കുറക്കും. പിന്നെ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഇവർ കുറെ ബിഹേവിയറൽ പാറ്റേൺസ് കാണിക്കും. ഇതേപോലെ തന്നെ പേപ്പർ വലിച്ചെറിയുക,
അതായത് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അത് കുറെ പോകെ പോകെ അത് അവരുടെ ഒരു ബിഹേവിയർ ആയിട്ട് മാറും, ബിഹേവിയറൽ പ്രോബ്ലംസ് ആയിട്ട് മാറും. ഇനി എന്താണ് ഏർലി ഇന്റർവെൻഷന്റെ ഇമ്പോർട്ടൻസ്? അതായത് നമുക്ക് ഈ കുട്ടിക്ക് പ്രശ്നം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എപ്പോഴും ഏർലി ഇന്റർവെൻഷൻ ആണ് നല്ലത്. അതായത് എത്ര നേരത്തെ നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുന്നോ അത്രയും നേരത്തെ കാര്യങ്ങൾ നമുക്ക് കയ്യിലാക്കാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മളൊരു ഒരു ചെടി വെച്ചു, അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ഇതിൽ തന്നെ ആ ചെടി ഇങ്ങനെ വളഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വടി കൊടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യൂലേ. അപ്പൊ അതിങ്ങനെ കുറച്ചൊന്ന് വലുതായി വരുമ്പോൾ പിന്നെ ആ വടിയുടെ ആവശ്യമില്ല, അപ്പൊ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വളരും. പക്ഷെ നമ്മൾ അത് വലുതായതിന് ശേഷമാണ് അതിനെ സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. അപ്പോ എന്താണ് ഏർലി ഇന്റർവെൻഷൻ? ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ ആ കുട്ടിനെ ഹെൽപ്പ് ചെയ്യാനുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. അത് നമ്മൾ പാരൻസിന്റെ ഭാഗത്തുനിന്നും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും അതല്ല സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. എത്ര നേരത്തെ നമ്മൾ സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പൊ സക്സസിലേക്കുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തുടങ്ങാം. നമുക്ക് എന്താണ് പ്രിവെന്റ് അക്കാഡമിക് ഫെയിലിയർ? നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലെ, അക്കാഡമിക്കലി അവര് ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മൾ ഓരോ വർഷം കൂടുന്തോറും അവരുടെ സ്ട്രഗിൾസും കൂടി വരികയാണ്. അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ ഇന്റർവെൻഷൻ കൊടുത്തിട്ട് അവരെ അക്കാഡമിക്കലി നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇനി അടുത്തത് ബൂസ്റ്റ് കോൺഫിഡൻസ്. അപ്പോ ഏർലി തന്നെ സക്സീഡ് ആയിട്ടുള്ള കുട്ടികളിൽ അത് വലിയ വലിയ സ്റ്റെപ്സ് കൊടുക്കാണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ്, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്സുകൾ കൊടുക്കുക. അപ്പൊ അത് അച്ചീവ് ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ അങ്ങനെ ചെറിയ സ്റ്റെപ്സ് കൊടുത്തിട്ട് വലിയ കാര്യങ്ങൾ അവർക്ക് നേടാൻ പറ്റും. അതിലൂടെ തന്നെ അവർക്ക് അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇമോഷണൽ സ്ട്രെസ്. നേരത്തെ പറഞ്ഞു അവർ കുട്ടികളെ കളിയാക്കുമ്പോഴും അവര് സോഷ്യലി ഐസൊലേറ്റഡ് ആയി പോവും, അല്ലെങ്കിൽ അവരറിയാതെ തന്നെ അവർക്ക് സ്ട്രെസ്സും എല്ലതും വരും. അപ്പോൾ നമ്മൾ ഈ ഏർലി ഇന്റർവെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഇമോഷണൽ സ്ട്രെസ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പാരന്റ് ചൈൽഡ് ബോണ്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ അവരറിഞ്ഞ് അവരെ കൂടെ നിൽക്കുകയാണ് എന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരറിയാതെ തന്നെ പാരന്റ്സിനായിട്ട് കൂടുതൽ അടുക്കും. ഇനി ലോങ് ടേം ഔട്ട്കംസ് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്നതാണ് അവരെ ലൈഫ് ലോങ് ആയിട്ടുള്ള സ്കില്ല്. അതായത് ചെറുപ്പത്തിൽ അവരെ നല്ല രീതിയിൽ സ്കൂളിംഗ് അത് നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ലൈഫ് ലോങ് സക്സസിലേക്കാവും എത്തുന്നുണ്ടാവുക. ഇനി ഏർലി ഇന്റർവെൻഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ ഡ്രോപ്പ് ഔട്ട്സിനുള്ളൊക്കെ കാരണങ്ങൾ അവിടെ വരാം. അതേപോലെ ഫ്രണ്ട്സ്, പിയേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ അവനെ അതായത് ഒന്നിനും കൊള്ളാത്തവനാണ്, മടിയനാണ് എന്നുള്ള ലേബലൊക്കെ ചെയ്യപ്പെടാം. ഇമോഷണൽ ആയിട്ടുള്ളയും ബിഹേവിയറൽ ആയിട്ടുള്ളയും ഒക്കെ ഇഷ്യൂസ് ആ കുട്ടികൾക്ക് വരാം. പിന്നെ കഴിഞ്ഞിട്ടില്ല ലേറ്റർ ലൈഫിൽ അവർക്ക് ജോലി സാധ്യതകളും അവരൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും ഫ്യൂച്ചറിൽ. ഇനി നമുക്ക് കുറച്ച് ഹോം ബേസ്ഡ് ഇന്റർവെൻഷൻസ് പറയാം. പ്രിൻസിപ്പിൾസ്, അതായത് നമ്മൾ സ്പെസിഫിക് സ്ട്രാറ്റജീസ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ 3 കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം. കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ എന്ത് ഇന്റർവെൻഷൻ കൊടുക്കുമ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു ദിവസം ചെയ്തു പിന്നെ ഒരു 2 ദിവസം അത് ചെയ്യുന്നില്ല, അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മതി, പക്ഷെ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അത് പിന്നെ അത് പോകെ അതിന്റെ സെഷന്റെ ഡ്യൂറേഷൻ കൂട്ടി വരിക. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. പണിഷ്മെന്റ് അല്ല അവിടെ കൊടുക്കേണ്ടത്. ആ കുട്ടികൾ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇനി അവരുടെ കൂടെ പഠിക്കുന്ന സമയം കൂടുതൽ രസകരമാക്കാൻ ശ്രമിക്കുക.
ഗെയിംസ്, സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ആ പഠനം എളുപ്പമാക്കാൻ നോക്കുക. ഇപ്പൊ നമ്മൾ മാത്സ് പ്രശ്നമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആസ് എ മദർ നമ്മൾ ആ കുട്ടീനെ കൊടുത്തിട്ട് നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പച്ചക്കറി എണ്ണാൻ, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുമ്പോൾ നീ ഒരു 5 പൊട്ടാറ്റോസ് എടുക്കുക, 3 ക്യാരറ്റ്സ് എടുക്കുക, ഇപ്പൊ എത്രയായി ടോട്ടൽ? നമുക്കതൊരു ഗെയിമിൽ കൂടെ അതിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ലേണിങ് ഫൺ ആക്കിയിട്ട് കൊണ്ടുവരാം. ഇനി നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് ആണ് ഇനി പറയുന്നത്. സ്ട്രക്ചേർഡ് റൂട്ടീൻ ഉണ്ടാക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഉണ്ടാക്കുക. ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ, ഇന്ന സമയത്ത് നീ പഠിക്കാനിരിക്കും, ഈ സ്ഥലത്താണ് പഠിക്കാനിരിക്കേണ്ടത്. പഠിക്കാനായിട്ടൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാക്കുക. ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഏരിയ. ഇനി വലിയ സ്റ്റെപ്പുകളെ ചെറിയ ചെറിയ ടാസ്കുകളാക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് ബ്രേക്ക് കൊടുക്കുക. ഇനി മൾട്ടി സെൻസറി ലേണിംഗ്, അതായത് നമ്മൾ വെറും വായിക്കുക എഴുതുക എന്നുള്ളതല്ല, നമ്മളുടെ എല്ലാ സെൻസറി ഓർഗൻസും നമ്മൾ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാൻഡിലൊക്കെ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സെൻസസും അതിൽ കൂടെ വരുന്നുണ്ട്. പിന്നെ പ്രൈസ് എഫേർട്ട്, നമ്മൾ അതിന്റെ എൻഡ് റിസൾട്ടിനെ അല്ല, ഒരിക്കലും നമ്മൾ ആ കുട്ടി ഇപ്പോൾ 50ൽ 30 മാർക്ക് കിട്ടിയാലേ നന്നായി പഠിച്ചു എന്നുള്ളത് പറയല്ല. ഇപ്പോൾ മുമ്പ് തോറ്റിരുന്ന ഒരു കുട്ടി 50ൽ 18 കിട്ടി തോറ്റിരുന്ന ഒരു കുട്ടി 20 ആ കുട്ടി ജസ്റ്റ് പാസ്സായി എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ അവരെ നന്നായിട്ട് അനുമോദിക്കുക. അതായത് അവരിട്ട എഫേർട്ടിനെ നമ്മൾ പ്രൈസ് ചെയ്യുക. അവര് എന്താണ് അതിന്റെ ഔട്ട്കം എന്നുള്ളതല്ല, അവര് എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, നീ നന്നായി ചെയ്തു എന്നുള്ളത് പറയാം. ഇനി ഹോംവർക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക, കുട്ടികളെ കൂടെ ഇരിക്കുക, മെല്ലെ മെല്ലെ അവരെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനുള്ള രീതിയിൽ അവരെത്തിക്കുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട്. ഇനി സ്പെസിഫിക് ഇന്റർവെൻഷൻ, ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഇന്റർവെൻഷൻസ് ആണ് പറയുന്നത്. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു ആക്ടിവിറ്റി ഫോണിക്സ്, ഓഡിയോ ബുക്സ്, സൈറ്റ് വേർഡ് ഗെയിംസ്, ഇതൊക്കെ ഫോണിക്സ് യൂസ് ചെയ്തിട്ട് കളിക്കുക. അപ്പോൾ ഈ ലെറ്ററിന്റെ സൗണ്ട് എന്താണ്, നമുക്കതൊരു ഗെയിം ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു വീടിന്റെ പല ഭാഗങ്ങളിൽ ലെറ്റേഴ്സ് ഒളിപ്പിച്ചു വെക്കുക. എന്നിട്ട് ആ കുട്ടികളോട് ആ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറയാം. ആ കുട്ടി ആ ലെറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഉറക്കെ വായിക്കാൻ പറയാം. റീഡ് അലൗഡ്, അതൊന്ന് ഉറക്കെ വായിക്കാൻ പറയാം. പിന്നെ ഈ കുട്ടികൾക്ക്, ഡിസ്ലെക്സിയുള്ള കുട്ടികൾക്ക് കോംപ്രിഹെൻഷൻസിന് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇവർക്ക് റീഡ് ചെയ്യാനോ ബുദ്ധിമുട്ട്, ഇവർക്ക് കേട്ട് മനസ്സിലാക്കാൻ ഒന്നും കൂടിയും ഈസിയാവും. റീഡ് ചെയ്തിട്ട് അത് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവർക്ക് ഒന്നും കൂടി ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ അവർ കേട്ടിട്ട് അതിനെ മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് ഒന്നും കൂടി സ്ട്രെസ് കുറയും, അവർക്ക് കാര്യങ്ങൾ അത് റീഡിങ്ങിനോടുള്ള ഒന്നും കൂടി ആ അടുപ്പം ഒന്ന് കൂട്ടും. ഇനി സൈറ്റ് വേർഡ് ഗെയിംസ്, നേരത്തെ ലെറ്റേഴ്സിൻ്റെത് പറഞ്ഞ പോലെ തന്നെ സൈറ്റ് വേർഡ്സ്, നമുക്ക് കുറച്ച് സൈറ്റ് വേർഡ്സ് ഇതേപോലെ ഒളിപ്പിച്ച് വെച്ചിട്ടും ഓരോ കാർഡ്സ് വെച്ചിട്ട് അവരെ പഠിപ്പിക്കാം. ഗെയിംസ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കാം. ഇനി അടുത്തത് ഡിസ്ഗ്രാഫിയ. ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ട്രേസിങ്. നമുക്ക് സാൻഡ്, ക്ലേ അല്ലെങ്കിൽ റൈസ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു ട്രേയിൽ ഇടാം. എന്നിട്ട് അതിൽ അവരുടെ ഫിംഗർ ടിപ്പും ഉണ്ട്. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ സെൻസറിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നോക്കുക. അതായത് നമ്മളൊരു റൈസിലോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറിലൊക്കെ എഴുതുമ്പോൾ അവർക്ക് കൂടുതൽ അത് മനസ്സിലാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള, അതായത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പ്രശ്നമുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരെ ടൈപ്പ് ചെയ്യാനും കൂടിയിട്ട് എൻകറേജ് ചെയ്യുക. ചിലപ്പോൾ അപ്പോൾ അവർക്ക് സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഇനി ജേർണലിങ് ചെയ്യാൻ, അതേപോലെ തന്നെ വരക്കാൻ, അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വരച്ചിട്ട് ഒരു പേപ്പറിലേക്ക് ആക്കാൻ അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുക. മൈൻഡ് മാപ്പ് ചെയ്യുക, ഗ്രാഫിക് ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് ഡിസ്കാൽക്കുലിയ. ഇവിടെ എവറിഡേ മാത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിങ്ങിലും ഷോപ്പിങ്ങിലും ഒക്കെ നമ്മളുടെ കുട്ടികളെ നമ്മൾ ഉൾപ്പെടുത്തുക.
ഇല്ലേ? ഷോപ്പ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തിട്ട് പറയാ, നീ ഈ ഇന്ന സാധനങ്ങൾ എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും ഈ 10 രൂപ കൊണ്ട് എന്നുള്ളത് നോക്കുക. അതൊരു ഗെയിം എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ നമ്പർ ഗെയിംസ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ബ്ലോഗ്സ്, പസിൽസ്, അതൊക്കെ വെച്ചിട്ട് ഈ മാത്സിനോട് അവർക്ക് കൂടുതൽ അടുപ്പം വരുത്താം. ഇപ്പോ 10+2 എന്നുള്ളത് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 പെൻസിലും 2 പെൻസിലും കൂടി വെച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് എന്നുള്ളത് അവരോട് ചോദിക്കുക. അപ്പൊ അതൊരു ഗെയിം എന്നുള്ള രീതിയിൽ അവര് മനസ്സിലാക്കും. അത് പോകെ പോകെ നമുക്ക് ആ പ്രോംപ്റ്റ് മാറ്റിയിട്ട് ഇതിനെ നല്ല രീതിയിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി ADHD അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ്, സെഷൻസ് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം ആദ്യത്തിൽ. കാരണം അവരുടെ അറ്റൻഷൻ സ്പാനും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും കുറവാണ്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സെഷൻസും ഷോർട്ട് ആയിരിക്കണം. ഗ്രാജ്വലി നമുക്ക് അതിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടുവരാം. ഇനി ഓരോ സെഷന്റെ ഇടയിലും അവർക്ക് ബ്രേക്ക് കൊടുക്കണം. കാരണം അവരുടെ ബോഡിയിൽ കൂടുതൽ എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു മൂവ്മെന്റ്. ഇപ്പോൾ ഇന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിനക്ക് ബ്രേക്ക്, നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് വരാം. പിന്നെ റിവാർഡ് ചാർട്ട്സ്. നമുക്ക് ടോക്കൺ എക്കോണമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ടോക്കൺസ് ആയിട്ട് അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവാർഡ് ആയിട്ട് അവർക്കൊരു ടോക്കൺ കൊടുക്കുക. അപ്പോൾ 5 ടോക്കൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ടോക്കൺ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോയോ അല്ലെങ്കിൽ ഗെയിമോ അല്ലെങ്കിൽ ഇത്ര സമയം അവർക്ക് ബ്രേക്കോ, അപ്പൊ അവർക്ക് അത് റിവാർഡായിട്ട് അത് അവർക്ക് നല്ല രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ്, അവരുടെ ആ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഈ ടോക്കൺ എക്കോണമിക്കുള്ള ഒരു അതായത് ഒരു പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ അവർക്കത് കാണാലോ. ഇപ്പോൾ എനിക്കൊരു 5 ടോക്കൺ കഴിഞ്ഞാലാണ് ഈ റിവാർഡ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഇത് കാണാം. 3 ടോക്കൺ ഇത് 2 എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് റിവാർഡ് കിട്ടും. അവരപ്പോൾ അത് മോട്ടിവേറ്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ റുട്ടീൻസ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീന് അവർക്ക് ഉണ്ടാക്കുക. ഇനി അടുത്തത് പാരൻസിന്റെ റോളാണ്. നമ്മളുടെ കുട്ടികൾ എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മറ്റുള്ള കുട്ടികളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് പല കുറവുകൾ ഉണ്ടാവും, പക്ഷെ അതേപോലെ തന്നെ അവർക്ക് കുറെ കഴിവുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ കുറവുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അതിനായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പോവാൻ അവരെ പഠിപ്പിക്കുക. കൂടാതെ തന്നെ അതേ സമയം തന്നെ ഇവരെ കുറെ കഴിവുകൾ ഉണ്ടാവും. ചിലപ്പോൾ എഴുതാൻ അധികം അറിയാത്ത കുട്ടി ചിലപ്പോൾ നന്നായിട്ട് ചിത്രം വരക്കും, നന്നായിട്ട് പാടും. അപ്പോൾ അവരുടെ ആ കഴിവുകളെ ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കമ്പാരിസൺസ്, അവൻ അങ്ങനെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ആ കമ്പാരിസൺസ് ഒക്കെ ഒഴിവാക്കുക. നമ്മൾക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ കുട്ടികളോട് എപ്പോഴും ഒരു ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളും ആ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ നോക്കുക. പണിഷ്മെന്റും ഒക്കെ ഒഴിവാക്കിയിട്ട് അവരായിട്ട് ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാക്കുക. അവരുടെ ചെറിയ ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നീ തോറ്റത് നീ ജയിച്ചല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് അത് ഒരു 2 മാർക്കാണ്, പക്ഷെ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ ആ കുട്ടികൾക്ക് പിന്നെയും മാർക്ക് കൂടുതൽ വാങ്ങിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ ഉണ്ടാവും. പിന്നെ ടീച്ചേഴ്സിനായിട്ട് എപ്പോഴും അവരായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലും ചെയ്യാൻ നോക്കുക. അതായത് ടീച്ചേഴ്സ് സ്കൂളിൽ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് നമ്മൾ വീട്ടിലും ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴാണ് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇനി ടീച്ചേഴ്സിന്റെ റോള് എന്ന് പറയുന്നത് അവരുടെ ഏർലി ഐഡന്റിഫിക്കേഷൻ. കാരണം ഈ കുട്ടി കൂടുതൽ നേരം പഠിക്കാനിരിക്കുന്നത് സ്കൂളിലാണ് അല്ലേ. അപ്പൊ ഈ നമ്മളെക്കാളും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവുക അത് ടീച്ചേഴ്സിനാണ്. അപ്പോൾ ഏർലി ഐഡന്റിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതിന് പറ്റിയിട്ടുള്ള അക്കോമഡേഷൻസ്, അതായത് IEP, ഓരോ ഇൻഡിവിജ്വൽ പ്ലാന് ഒക്കെ തയ്യാറാക്കുക. ആ കുട്ടിക്ക് ഇന്നതാണ് പ്രശ്നം എന്ന്, ഡിസ്ലെക്സിയ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ കുട്ടീനെ എൻകറേജ് ചെയ്യുക.
ലേബൽ ചെയ്യാണ്ടിരിക്കുക, ഡംബെന്നോ അല്ലെങ്കിൽ ലേസിന്നോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ലേബിൾസ് ഒന്നും കൊടുക്കാണ്ട് അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കാൻ ശ്രമിക്കുക. പാരൻസിനേറ്റും സ്പെഷ്യലിസ്റ്റിനേറ്റും ഒരു ടീം വർക്കിൽ കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്തത് സൊസൈറ്റിയുടെ റോളാണ്. ടീച്ചേഴ്സും പാരൻസും മാത്രമല്ല, ആ കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന സൊസൈറ്റി കൂടിയിട്ട് ആണ് ആ കുട്ടീനെ മോൾഡ് ചെയ്തിട്ട് എടുക്കുന്നത്, അല്ലെ? അപ്പൊ അവയർനെസ് സ്പ്രെഡ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് ഉണ്ടാക്കുക. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക, സ്റ്റിഗ്മകൾ ഒഴിവാക്കുക. അതായത് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഇന്റലിജൻസ് കുറവാണ് അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്തതാണ് എന്നുള്ളതൊക്കെ ഒരു സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പോൾ മുമ്പ് തന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ പഠിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, മാത്സ് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാത്തിലും നല്ല കഴിവുണ്ട്, അതായത് ബാക്കിയുള്ള സബ്ജക്റ്റ് അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നല് പണ്ട് ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു കേട്ടിട്ടാവാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചതിന് ശേഷമാണ് അതൊക്കെ എന്നിൽ നിന്ന് മാറിയത്. അപ്പോൾ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, NGO പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾസ് പ്രോഗ്രാംസ്, ലൈബ്രറീസ്, സപ്പോർട്ട് ഗ്രൂപ്പ്സ് അതൊക്കെ ഉണ്ടാക്കുക. അഫോർഡബിൾ ആയിട്ടുള്ള റെമഡിയൽ സർവീസസ് അതൊക്കെ ചെയ്തു കൊടുക്കുക. ഇനി അടുത്ത് വരുന്നത് സപ്പോർട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതായത് ഇങ്ങനെയുള്ള കുട്ടികളെ മാറ്റി നിർത്താതെ എല്ലാവരും കൂടിയിട്ടുള്ള ഈ കുട്ടികളുടെ ഇടയിലുള്ള അക്സെപ്റ്റൻസിനെ എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ ആസ് എ സൊസൈറ്റി നമുക്ക് അവരെ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പുകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിന്റെ ഒരു റിക്യാപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിഫറൻസ് ആണ്. അത് ഒരു മടിയോ ഡിസൊബീഡിയൻസോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ല. ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽട്ടിയും വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം എന്നുള്ളത്, ഒരു കുട്ടിയുടെ നോട്ട്ബുക്ക് കംപ്ലീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കണ്ണ്, ചിലപ്പോൾ ആ കുട്ടിക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കണ്ണിന് കാഴ്ചക്കുറവ് കാരണമാവാം ചിലപ്പോൾ ആ കുട്ടിയുടെ നോട്ട്ബുക്ക് കംപ്ലീറ്റ് അല്ലാത്തത്. അതൊരിക്കലും ലേണിംഗ് ഡിസബിലിറ്റി ആവണം, ഡിസ്ഗ്രാഫിയ ആവണം എന്നില്ല. അപ്പോൾ ആ കുട്ടിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടാവാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്: ഡിസ്ലെക്സിയ, റീഡിംഗ് ഡിസബിലിറ്റി, ഡിസ്ഗ്രാഫിയ, റൈറ്റിംഗ് പ്രോബ്ലം, ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇനി ഓരോ സയൻസ് പറഞ്ഞു, സ്കൂളിലും അതേപോലെ തന്നെ വീടുകളിലും അവർ കാണിക്കുന്ന സയൻസ്. ഏർലി ഇന്റർവെൻഷൻ ആണ് എപ്പോഴും നല്ലത്. എത്ര നേരത്തെ നമ്മൾക്ക് ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ ആ കുട്ടികളെ നമുക്ക് സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി ഹോം സ്ട്രാറ്റജീസ് ആണ് കൂടുതൽ പവർഫുൾ. കാരണം ടീച്ചേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരൻസ് ആണ് അവരെ കൂടുതൽ പഠിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പാരൻസും ടീച്ചേഴ്സും സൊസൈറ്റിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ടീം എഫേർട്ടാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇനി ഇന്നത്തെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു ഇതുവരെ ഇല്ലാത്ത എന്ത് ഒരു ഇൻസൈറ്റ് ആണ് കിട്ടിയത്? അതല്ലെങ്കിൽ ഇനി ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടീനെ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ആരെങ്കിലും 1-2 പേര് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ. മാം ഇതിന്റെ റെക്കോർഡ് കിട്ടോ? ഇപ്പാണ് ജോയിൻ ആയത്. യെസ്, കിട്ടും കേട്ടോ, ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ലേണിംഗ് ഡിസബിലിറ്റിനെ പറ്റി കിട്ടിയ എന്തെങ്കിലും ഒരു പുതിയ ഇൻസൈറ്റ് ഉണ്ടോ? അതല്ലെങ്കിൽ ഇനി ഒരു കുട്ടീനെ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടീനെ നിങ്ങൾ കാണുമ്പോൾ എന്തൊരു അപ്രോച്ചാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? ഇപ്പൊ ഇത്രയും ഞാൻ ക്ലാസ് എടുത്തതിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വെബിനാറിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്?
ഹലോ, ഗുഡ് ഈവനിങ് ഹസ്ന മാം. Good evening. താങ്ക് യു സോ മച്ച്. വളരെ എഫക്റ്റീവ് ആയൊരു ക്ലാസ് ആയിരുന്നു. ആസ് എ Thank you. ടീച്ചർ, ആസ് എ പാരന്റ്, ആസ് എ ഒരു റെമഡിയൽ സ്റ്റുഡൻറ് എന്ന നിലയിൽ എനിക്ക് ഈ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. കാരണം ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഓർ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് പാരൻസിന് എങ്ങനെ ചെയ്യാം, ഒരു ടീച്ചേഴ്സിന് എങ്ങനെ മനസ്സിലാക്കാം, സൊസൈറ്റിക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും മാമിന്റെ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ ലളിതമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാം. Thank you. Thank you so much, ma'am, for your feedback. എന്തെങ്കിലും ഡൗട്ടോ ഹസ്ന മാം, പറയൂ. രഹന മാം പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങൾ പലതും നമ്മൾ പല വെബിനാറിലോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് വളരെ ലളിതമായിട്ട് ഇതൊക്കെ ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ, അതെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ള ആ ഒരു സപ്പോർട്ടോടു കൂടിയുള്ള വേർഡ്സ് ആയിരുന്നു. അതെ. തീർച്ചയായിട്ടും Thank ഈ you. ക്ലാസ് ഈ പറയുന്ന പോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഈ ഫീൽഡിൽ ഉള്ളവരാണെങ്കിലും ഇനി ഒന്നും അല്ല, പാരൻസ് ആണെങ്കിലും ഇനി എന്താ പറയുക, മക്കളൊക്കെ വലുതായി പോയി വളരെ ലേറ്റ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് എന്നുള്ളവർക്കാണെങ്കിൽ പോലും നാളെ ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കാണുമ്പോൾ അടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ല, ഇങ്ങനെയൊക്കെ ഒരു ക്ലാസ് ഞാൻ കേട്ടിരുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും വളരെ, അതായത് ഏതൊരു തലത്തിലുള്ള ആൾക്കും ലളിതമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. Thank you, താങ്ക് യു ma'am. സോ മച്ച് Thank you so ഫോർ much. ഗിവിംഗ് സോ മച്ച് ഇൻഫോ. താങ്ക് യു. താങ്ക് യു മാം. അതുപോലെ തന്നെ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. Yes, ma'am. അതായത് എല്ലാ സ്കൂളുകളിലും സാധാരണ LD റെമഡിയേഷന്റെ ട്രെയിനേഴ്സ് പോയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് LD റെമഡിയേഷൻ പ്രത്യേകം പഠിക്കണം. ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. കാരണം പല കുട്ടികളും എഴുത്തും വായനയും പഠിക്കാതെ പോകുന്നത് ഇവൻ ഒന്നും അറിയാത്തവനാണ്, ഇവൻ മണ്ടനാണ് എന്നുള്ള ആ ഒരു ഫ്രെയിമിനകത്ത് ഈ കുട്ടികളെ അങ്ങ് ഒതുക്കുകയാണ്. ഇവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇവനൊന്നും പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവില്ല, ഇവൻ പഠിക്കൂല, ഇവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ ഫ്രെയിമിനകത്ത് കുട്ടികൾ അങ്ങ് ഒതുങ്ങിപ്പോകും അതെ. അല്ലേ? അപ്പൊ ഇവരുടെ പ്രോബ്ലം എന്താണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നില്ല, ടീച്ചേഴ്സ് മനസ്സിലാക്കുന്നില്ല, പാരന്റ്സ് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ടീച്ചേഴ്സ് പാരന്റ്സിനോട് പറയാൻ കുട്ടിയെ ശ്രദ്ധിക്കണം, പാരന്റ്സ് വന്നിട്ട് ടീച്ചേഴ്സിനോട് പറയും അല്ലെ? പല സ്കൂളുകളിലെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരന്റ്സ് വന്നിട്ട് ടീച്ചേഴ്സിന്റെ മണ്ടയിലേക്ക് എല്ലാം ചാർത്തി കൊടുക്കും. അവർ പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമാണ്, അവരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ്. പക്ഷെ വേറൊരു സ്കൂളിൽ കൊണ്ടുപോയി അവിടുത്തെ ടീച്ചേഴ്സിനെ ഇതായിരിക്കും പറയുന്നത് അല്ലേ? അതെ. 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 ഇത് സത്യത്തില് ടീച്ചേഴ്സ് പഠിക്കണമെന്നുള്ളതാണ്. സാധാരണ ടീച്ചേഴ്സ് ഈ LD റെമഡിയേഷൻ കോഴ്സ് അതെ. പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതൊന്ന്. രണ്ടാമത്, ഇത് പഠിക്കുന്ന ടീച്ചേഴ്സ് പാരന്റ്സിന് അവയർനെസ് കൊടുക്കണം. അതെ. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെയുള്ള ട്രെയിനേഴ്സ് വന്നിട്ട് നിമിഷ നേരം കൊണ്ടാണ് ഒരു ഐ ഓപ്പണിംഗ് ക്ലാസ് എടുത്തിട്ട് പോകുന്നത് അല്ലെ? ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കി. പക്ഷെ ഇത് ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നവർ ഇത് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇത് അറിയില്ല. ഇല്ല. അതെ. ADHD, ഡിസ്ലെക്സിയ ഇതൊക്കെയാണ് പഠന വൈകല്യം എന്നൊരു സബ്ജക്ട് അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഡീപ്പായിട്ട് പഠിക്കുകയോ ഒരു കുഞ്ഞ് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അതെ. അതൊരു സത്യത്തില് വലിയ സത്യമാണ്. നമുക്ക് സ്കൂളിൽ വടിയുടെ ആവശ്യമില്ല. ഈ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി അതെ. ടോപ്പിൽ നിൽക്കുന്ന കുട്ടികൾ, പിന്നെ അതിന്റെ മിഡിൽ നിൽക്കുന്നത് തീരെ ഈ ലേണിംഗ് ഇതുപോലത്തെ കുഴപ്പമുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഏറ്റവും ലാസ്റ്റിൽ. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയുള്ളവരെ കുറച്ച് ശ്രദ്ധിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഇവരുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ തിരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഹൈ ഇമ്പാക്ട് ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതെ. സാധിക്കുകയും ചെയ്യും. ഇവരെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റും. അതെ. പക്ഷേ ഈ പറഞ്ഞ പോലെ അറിയില്ല, ഈ ഒരു അവയർനെസ് ഇല്ല. ഇത്തരം ഇല്ല. ക്ലാസ്സുകളൊക്കെ ഈ ഒരു സൂമിനകത്ത് മാത്രം ഒതുങ്ങി കൂടേണ്ട ഒന്നല്ല സത്യത്തില് അല്ലേ? ശരിക്കും. വളരെ നല്ലൊരു ടോപ്പിക്കാണ് മാം എടുത്തത്. ഇനി ആർക്കെങ്കിലും Thank you. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ Yes, ഇതുമായിട്ട് yes. ബന്ധപ്പെട്ട്. ഓക്കെ. Hasna ma'am, you have Yes. done a great work. Thank വളരെ you, ma'am. നന്നായിരുന്നു. Okay, class. Thank you. Very informative. Thank you. Thank you, ma'am. Thank you so much.
ഫീഡ്ബാക്ക് പറഞ്ഞവർക്കൊക്കെ വളരെയധികം താങ്ക്സ് ഉണ്ട്. എന്തായാലും നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി, ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്കിന് ഇനിയും കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് മനസ്സിലായത്? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരാം. ആ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, അതില് ഹസ്ന മാം ഉണ്ട്. ഹസ്ന മാം അതിന് മറുപടി പറയും. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ, ഇവിടെ ഇൻട്രോ പറഞ്ഞ സ്റ്റീന മാം, അതുപോലെ ക്ലാസ് എടുത്ത നമ്മുടെ ഹസ്ന മാം ഒക്കെ നമ്മുടെ 19th ബാച്ചിന്റെ സ്റ്റുഡൻസ് ആണ്. ഓരോ ഇതിനകത്ത് വരുന്ന നമ്മുടെ വിമൽ അക്കാഡമിയുടെ ഒരു പ്രത്യേകത കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിൽ വരുന്ന ഓരോ ആൾക്കാരുടെയും നിശ ഏരിയ വ്യത്യസ്തമാണ്. അപ്പൊ ഈ ട്രെയിനേഴ്സായ നമ്മൾക്ക് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇവരിലൂടെ തന്നെ പുതിയ പുതിയ കാര്യം, നമ്മുടെ സ്റ്റുഡൻസിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നമ്മളിലൂടെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് എങ്ങനെ കടന്നു വരണം എന്നുള്ളത് ഈ ഒരു അക്കാഡമിയിലൂടെ അവർക്ക് പഠിക്കാനും പറ്റും. അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം യുണീക്ക് ആണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കോഴ്സിൽ പലരും ഇറങ്ങി പോകുന്നത്, അല്ലേ? ഇതിൽ വന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കാണും ഇതിനോടകം. അപ്പോ നമ്മുടെ ട്രെയിൻ ദ ട്രെയിനർ കോഴ്സിന്റെ ഈ ടോക്സ് ഇവിടെ ഇന്നത്തെ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് അടുത്തൊരു സ്റ്റുഡന്റ് ഇതുപോലെ ട്രെയിനേഴ്സിന്റെ സ്റ്റുഡന്റ് ഇതുപോലെ ഒരു ടോക്കുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവണം. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. Okay, thank you. Thank you very much. Good night. Thank you so much. Good night.